നമസ്തേ ഓൾ. എല്ലാവർക്കും സി സി ഇഗ്നേറ്റിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ ഗോപിനാഥൻ, സി സിയുടെ യോഗ ട്രെയിനറാണ്. ജിമ്മാണോ യോഗയാണോ ബെറ്റർ? ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഫിറ്റ്നസ്സിന് വേണ്ടി ശ്രമിക്കുന്ന എല്ലാവരുടെയും മുമ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ജിമ്മാണോ യോഗയാണോ ബെറ്റർ എന്ന്. യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ യോഗ ഗോളിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു മസിൽ സ്ട്രെങ്ത് ചെയ്യുക എന്നുള്ളൊരു ലൈഫ് ഗോളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജിമ്മിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതേസമയം നിങ്ങളൊരു വെൽനെസ്സിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, നിങ്ങളൊരു മസിൽ ബിൽഡിങ്ങിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഫിസിക്കലും മെൻ്റലിയും അതുപോലെ നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്നതുമായിട്ടുള്ള ഒരു ടോട്ടൽ വെൽബീയിങ്ങിനാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യോഗയിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ തിരിക്കേണ്ടത്. കാരണം ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് യോഗയിൽ നമുക്ക് ആസനങ്ങളുണ്ട്. ആസനങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം, വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു യോഗ എന്ന് പറയുന്നത് വളരെ ജെൻറ്റിലാണെന്ന്. പക്ഷേ നമുക്കറിയാം അതിൻ്റെ വളരെ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള യോഗയിലേക്ക് പോകുമ്പോൾ വളരെയേറെ കായികക്ഷമത ആവശ്യമായിട്ടുള്ള ഒരു യോഗ, അത് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെയധികം കായികക്ഷമത നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിത്യമായിട്ടുള്ള ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് ആ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ മെൻ്റൽ വെൽബീയിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാണായാമം, അതുപോലെ ആസനങ്ങൾ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് പ്രാണായാമം എന്നുള്ളത്. നമുക്ക് മനസ്സും നമ്മുടെ ശ്വാസവും തമ്മിൽ വളരെ കണക്റ്റഡാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇമോഷണലി ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് എടുക്കുന്നതിൻ്റെ ബ്രീത്തിങ് പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഇറഗുലർ ആയിരിക്കും. അതേസമയം നമ്മൾ വളരെ കാം ആൻഡ് കൂളായിരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് എടുക്കുന്ന നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ വളരെ ശാന്തമായിരിക്കും. അപ്പോൾ ഈ ഒരു ബ്രീത്തിങ്ങിലൂടെ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡ് കൂളാവും. അതുപോലെ നമ്മുടെ മൈൻഡ് കൂളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ പല പല രീതിക്കുള്ള വേർഷൻസ് നമ്മൾ ഉപയോഗിക്കാം. ചന്ദ്രബേരി പ്രാണായാമം ഉപയോഗിക്കാം, ഉജ്ജയ് പ്രാണായാമം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നാഡിശോധന പ്രാണായാമം, ഈ പറയുന്ന പ്രാണായാമ പ്രക്രിയയിലൂടെ നമ്മുടെ മനോനിയന്ത്രണം നമുക്ക് സാധ്യമാവും. അതുപോലെ നമ്മുടെ ഒരു ഇമോഷണൽ വെൽബീയിങ്, മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ ഈശ്വര പ്രണിധാന പോലെയുള്ള യോഗിക് കൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാവും, അല്ലേ? നമ്മളിപ്പോൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ ഡേ ടു ഡേ സെയിം ലൈഫ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു വിരസത നമുക്ക് അനുഭവപ്പെടും, അല്ലേ? അതൊരു ലൈഫ് പാം സൈക്കോളജി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത്തരം വിരസതകളെ ഒഴിവാക്കി കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ഓരോ ദിവസത്തെയും മുതൽക്കൂട്ടാക്കി മാറ്റുവാനായിട്ട് യോഗയുടെ ഈ സമഗ്രമായൊരു പ്രാക്ടീസ് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. പക്ഷേ അതേസമയം നമ്മൾ ജിമ്മിൽ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ബെനിഫിറ്റുകളുണ്ട്. പക്ഷേ യോഗയിലെന്ന് പറയുമ്പോൾ നമുക്ക് സമഗ്രമായിട്ടുള്ള ഒരു വെൽബീയിങ്ങും അതുപോലെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഉയർച്ചയും അതുപോലെ നമ്മളുടെ എറൗണ്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു ഉയർച്ചയ്ക്കും നമുക്ക് കാരണമാകാനായിട്ട് ഈ ഒരു യോഗയുടെ പ്രാക്ടീസ് നമുക്ക് സാധ്യമാകും. അതുപോലെ ആത്മീയമായിട്ടുള്ള ഒരു ഉന്നതിയും ഈ യോഗയുടെ നിത്യമായ പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് ജിം ഓർ യോഗ എന്ന് എപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഡൗട്ട് വന്നാലും നിങ്ങൾ ഈ ഒരു റെഫറൻസ് എടുക്കുക. അപ്പോൾ സി സിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ബിഗ് ഡേ സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും അപ് ടു 30% ഓഫറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. യോഗ TTC പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ആ നിമിഷം. ഈ ഒരു ഓഫർ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. യോഗ TTC നിങ്ങൾ ക്രാക്ക് ചെയ്തെടുക്കുക.